ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇന്നലെ 7/12/2025 നടന്ന വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് പഠിക്കണം എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമുക്ക് നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത് എന്ന്. ഇതൊന്ന് ഓർത്ത് വയ്ക്കാം. കാർബൺ ന്യൂട്രൽ വിശേഷ ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയ പഞ്ചായത്ത് ഏത്? വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്താണ് കാർബൺ ന്യൂട്രൽ വിദേശ് ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയ പഞ്ചായത്ത് വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത്. താഴെ പറയുന്നവയിൽ ശരിയായത് ഏത് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 2025 ONV പുരസ്കാരം കവി എൻ പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. 2025 ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ് ആണ്. 2024 മാതൃഭൂമി ലിറ്റററി അവാർഡ് KR മീരയ്ക്കാണ് ലഭിച്ചത്. 2024 വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 2ഉം മാത്രമാണ്. 2025 ONV പുരസ്കാരം കവി എൻ പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. അടുത്തത് 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ് ആണ്. ബാക്കി 2 ഓപ്ഷനും തെറ്റായിട്ടുള്ളവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അംഗീകൃത സാമൂഹികാരോഗ്യ പ്രവർത്തകയായ ആശ എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ദൗത്യം അഥവാ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ആയുഷ്മാൻ ഭാരത് അഥവാ PMJ. ആയുഷ്മാൻ ഭാരത് PMJ. 2023 19 കേന്ദ്ര ഗവൺമെൻറ് വകുപ്പുകളിലെ 42 കേന്ദ്ര നിയമങ്ങളിലെ 183 വകുപ്പുകൾ ഭേദഗതി വരുത്തി ചെറിയ തരത്തിലുള്ള ചട്ട ലംഘനങ്ങൾക്കുള്ള ശിക്ഷ കുറയ്ക്കുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ബില്ല് അറിയപ്പെടുന്നത് ഭാരതീയ ന്യായ സംഹിത എന്നാണ്. നോട്ട് ചെയ്യുക, 2023 19 കേന്ദ്ര ഗവൺമെൻറ് വകുപ്പുകളിലെ 42 കേന്ദ്ര നിയമങ്ങളിലെ 183 വകുപ്പുകൾ ഭേദഗതി വരുത്തി ചെറിയ തരത്തിലുള്ള ചട്ടലംഘനങ്ങൾക്കുള്ള ശിക്ഷ കുറയ്ക്കുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ബില്ല് അറിയപ്പെടുന്നത് ഭാരതീയ ന്യായ സംഹിത. അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച ടെസ്ല താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ നവംബറിലെ കറണ്ട് അഫയേഴ്സിലും കൂടി പഠിച്ചിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യന്. കാർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് ടെസ്ല. അമൃതകാലം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമൃതകാലം എന്നത് 2023-24 കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് അമൃതകാലം. 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഏത് സംഘടനയാണ്? നിഹോൺ ഹിഡാൻക്യോ. സൈബർ ലോകത്ത് വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കാൻ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് കൂട്ട്. ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ഗോത്ര ജനതയ്ക്ക് 100 തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുടെ പേര് കേരള ട്രൈബൽ പ്ലസ്. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹമായ ചിത്രകാരൻ കൂടിയായ വ്യക്തി MR രാഘവ വാര്യർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നലത്തെ എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. നോട്ട് ചെയ്യുക. അടുത്ത എക്സാമിനും ഇതുപോലെ കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. താങ്ക്